Okay students, നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് കിടക്കാം. ടൈപ്പ് നമ്പർ 3 ആണ്. ടൈപ്പ് നമ്പർ 3. അപ്പോൾ ഇവിടെ ബേസിക്കായി യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n such that limit x tends to a x raised to n minus a raised to n divided by x minus a. Okay, limit x tends to a വരുമ്പോൾ ഈ a എന്ന് പറയുന്നത് ഇവിടെയും a ആയിരിക്കണം. ലിമിറ്റ് x tends to 1 ആണെങ്കിൽ ഇവിടെയും 1 ആയിരിക്കണം. ഓക്കെ, x raised to n minus a raised to n ഈ രണ്ട് ഡിഗ്രിയും സെയിം ആയിരിക്കണം. ഡിവൈഡഡ് ബൈ x minus a, ആ ഒരു ഫോം താഴെയും വരണം. അത് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, n ഇൻറ്റു ഫോമുല പറയുന്നത് n ഇൻറ്റു a raised to n minus 1 ദാറ്റ് ഈക്വൽ ടു n ഇൻറ്റു ഈ ഡിഗ്രി n ഇൻറ്റു a എന്ന് പറയുമ്പോൾ ഈ നമ്പർ മാത്രം എടുക്കാം, നെഗറ്റീവ് സൈൻ വേണ്ട. എന്നിൻ്റെ a raised to ഡിഗ്രിന്ന് ഒന്ന് കുറക്കാം. ഇത്രയും കാര്യമാണ് ചെയ്യുന്നത്. ഇതാണ് ഫോമുല എന്ന് പറയുന്നത്. limit x tends to a x raised to n minus a raised to n divided by x minus a equal to n into a raised to n minus 1. അപ്പോൾ ശരിക്കും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 1 x raised to 15 minus 1 divided by x raised to 10 minus 1. limit x tends to 1 x raised to 15 minus 1 divided by x raised to 10 minus 1. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഫോമുലയാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലിലോട്ട് ഇതിനെ മാറ്റി എഴുതും. അപ്പോൾ ഇവിടെ ഈ മോഡൽ എന്ന് പറയുമ്പോൾ ഇവിടെ x tends to 1 ആണ്, ഇവിടെ x tends to a ആണ്. x tends to 1 ആകുമ്പോൾ ഇവിടെയും 1 ഇവിടെയും കറക്റ്റ് ആണ്. പക്ഷെ ഡിഗ്രി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഡിനോമിനേറ്റർ എങ്ങനെ വരണം, ഇവിടെ x മൈനസ് a വന്ന പോലെ ഇവിടെ അതല്ല, വേറെയാണ്. അപ്പൊ ഇതിനെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം, ലിമിറ്റ് ലിമിറ്റ് x tends to 1. ഞാൻ എഴുതുന്നത് x raised to 15 മൈനസ് ഇവിടെ 1 ആണ്. 1 നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, 1 raised to 15 എഴുതാം, ഡിവൈഡഡ് ബൈ x raised to 10 മൈനസ് 1 raised to 10 എന്ന് എഴുതാം. 1 raised to 10 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. കൂടെ 1 raised to 10 എഴുതാലോ. അപ്പൊ ഇവിടെ 1 എന്ന് പറയുമ്പോൾ 1ന്റെ ഏത് പവർ എടുത്താലും 1 തന്നെ, 1ന്റെ ഏത് പവർ എടുത്താലും 1 ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഫോമിലോട്ട് മാറിയില്ല. അപ്പോൾ മാറാത്തതുകൊണ്ട് നമുക്ക് അതിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, നോമിനേറ്ററിലും ഡിനോമിനേറ്ററും ഒരു ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇവിടെ x tends to 1 ആണ്. x tends to 1 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കണ്ടീഷൻ x tends to 1. അത് നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. x tends to 1 എന്ന് പറയുന്നത് x minus 1 എടുക്കാം. ഓക്കെ, x tends to 2 ആണെങ്കിലോ x minus 2 എടുക്കാം, എന്ന രീതി എടുക്കാം. ഇവിടെ x tends to 1 ആയതുകൊണ്ട് x minus 1 എന്ന ടേം കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യാം. അപ്പം ലിമിറ്റ് x tends to 1 x raised to 15 minus 1 raised to 15 divided by x minus 1 all divided by x raised to 10 minus 1 raised to 10 all divided by x minus 1. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് x minus 1 കൊണ്ട് ന്യൂമറേറ്റർ ഉണ്ട്. എങ്ങനെ എന്തുകൊണ്ട് ചെയ്തു, നമ്മൾ ആ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ x tends to 1 മാത്രമേ ഉള്ളൂ. x tends to 1 കറക്റ്റ്. ഇനി ചെയ്യുന്നത് ലിമിറ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എടുക്കാം. ലിമിറ്റ് x tends to 1 x raised to 15 minus 1 raised to 15 divided by x minus 1 all divided by ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് x tends to 1 x raised to 10 minus 1 raised to 10 divided by x minus 1 that equal to ഇത് നമ്മൾ ഏത് ഫോമിലോട്ട് മാറി, n into a raised to n minus 1. n എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, n into a raised to n minus 1. n എന്ന് പറഞ്ഞാൽ ഡിഗ്രി, രണ്ടിന്റെ ഡിഗ്രി സെയിം ആണല്ലോ, 15. a എന്ന് പറഞ്ഞാൽ 1 ആണ്.
1 raised to degree ഒന്ന് കുറക്കാം. ഇവിടെയോ 10 into 1 raised to degree ഒന്ന് കുറക്കാം. n-ന്റെ എന്ത് പവർ 1 തന്നെയാണ്. അപ്പോൾ ഇത് 1 ആണ്. അപ്പോൾ 15/10. ഇവിടെ 5 കോമൺ ആണല്ലോ. 5 into 3 ആണ് 15. 5 into 2 ആണ് 10. That equal to 3/2. That's answer. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മോഡലിലുള്ള വേറെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ലിമിറ്റ് z tends to 1, z raised to 1/3 minus 1 divided by z raised to 1/6 minus 1. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ വേണമെങ്കിൽ ആദ്യം ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കാം. നേരത്തെ ഞാൻ ചെയ്തില്ല. അപ്പോൾ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു. ഓക്കെ, 1 raised to 1/3 minus 1 divided by 1 raised to 1/6 minus 1. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുക. സോ 1 minus 1 divided by 1 minus 1 0/0. അപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ മറ്റേ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ z tends to 1 ആയതുകൊണ്ട് z minus 1 കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് z tends to 1, z raised to 1/3 minus 1 എങ്ങനെ എഴുതാം? അതന്നെ എഴുതാം. ഡിവൈഡ് ബൈ z minus 1 all divided by z raised to 1/6 minus ഇവിടെ എങ്ങനെ എഴുതാം? 1/6 all divided by z minus 1. So that equal to numerator denominator limit എടുക്കുക. ലിമിറ്റ് z tends to 1, z raised to 1/3 minus 1 raised to 1/3 all divided by z minus 1. Limit z tends to 1, z raised to 1/6 minus 1 raised to 1/6 all raised to z minus 1. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ ഡിഗ്രി 1/3 ഇൻറ്റു എന്റെ സ്ഥാനത്ത് 1 ആണ്. ഡിഗ്രി 1 കുറക്കാം. ഡിവൈഡ് ബൈ ഡിഗ്രി 1 raised to 1/6 minus 1. So 1/3 divided by 1/6. That equal to product division of product ആക്കിയാൽ 6/1. That equal to 2. That's answer. ഈ രീതിയിൽ നമുക്ക് ഇതിന് ക്ലിയർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത മോഡൽ കടക്കാം. അടുത്ത മോഡൽ എന്ന് പറയുന്നത് ടൈപ്പ് നമ്പർ 4 ആണ്. ടൈപ്പ് നമ്പർ 4. ഇപ്പോൾ ടൈപ്പ് നമ്പർ 4 എന്താണെന്ന് നോക്കാം. ഇപ്പോൾ 4ൽ ഒരു ഫോമുലയാണ് വരുന്നത്. ലിമിറ്റ് x tends to 1 sin x by x equal to 1 ആണ്. ലിമിറ്റ് y tends to 1 sin y by y equal to 1. അപ്പോൾ ഇവിടെ ഇതിന്റെ കോറിലേഷൻ നോക്കാം. ഏതാണോ ടെൻഡന്റ് അത് കറസ്പോണ്ടിങ് ആയിരിക്കണം. ഏതാണോ ടെൻഡന്റ് അതായിരിക്കണം. വേറെ ഒന്ന് എഴുതാം. ലിമിറ്റ് z tends to 1 sin z by z ആണ് 1 ആവാം. ലിമിറ്റ് k tends to ഇവിടെ വേണമെങ്കിൽ z tends to 1 അല്ല, z tends to 0. ഞാൻ 1 എഴുതിയ z tends to 0. k tends to 0 sin 2x by 2x ആണെങ്കിൽ ഇത് 1 ആകും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1, ഇത് 1 സെയിം ആയിരിക്കണം. വൈന്റെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം. സെഡിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 കറസ്പോണ്ടിങ് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കണം? 2 ആയിട്ട് വരണം. 2 ആയിട്ട് വന്നാലേ ചെയ്യാൻ പറ്റൂ അല്ലേ? 2 ആയിട്ട് വരണ്ടേ? അപ്പൊ 2 ആയിട്ട് വരുന്നു. അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഞാൻ k tends to 0 ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? k ആയിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് x വന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും 1 എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ k ആണെങ്കിൽ ഇവിടെയും k ആയിരിക്കണം, ഇവിടെയും k ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് 1 ആയി മാറും. ഇതിന്റെ കോഎഫിഷ്യന്റ് കൂടി നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലാവല്ലോ? കോഎഫിഷ്യന്റ് കൂടി നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ലിമിറ്റ് x tends to 0 tan x by അത് ഇതുപോലെ തന്നെ 1 എന്ന് എടുക്കാം. പക്ഷെ ലിമിറ്റ് x tends to 0 cos x by x നോട്ട് ഈക്വൽ ടു 1 ആണ്. ഇതല്ല, ഇത് മാത്രം ഒബേ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കാം. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 1-2 പ്രോബ്ലം നോക്കാം. ബേസ് ചെയ്തുകൊണ്ടുള്ള
പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x ബൈ സൈൻ 2x ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എക്സിന് 0 കൊടുക്കും. ഞാൻ അതന്നെ ചെയ്യാം. അപ്പോൾ സൈൻ 4 into 0 divided by sin 2 into 0. അപ്പോൾ that equal to sin 0 divided by sin 0. sin 0 എന്ന് പറഞ്ഞാൽ 0 0 by 0 not defined. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി that equal to limit x tends to 0. ഇവിടെ 4x ആണ്. ഈ ട്രിഗണോമെട്രി വരുമ്പോൾ ലിമിറ്റിന്റെ കേസ് ട്രിഗണോമെട്രി അത് 1 ആക്കി മാറ്റണം. അത് എങ്ങനെ മാറ്റാം? അതാണ് ചെയ്യുന്നത്. സൈൻ 4x ഇവിടെ 4x ആണ് ഉള്ളത്. അപ്പം അതിനെ 4x കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ സൈൻ 2x ആണ്, 2x-നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2x-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2x കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എന്ത് വരും? ഇനി ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x ബൈ 4x അതിലെ ലിമിറ്റ് കൊടുക്കുക. പ്രത്യേകിച്ച് ഈ 4x അവിടെ നിൽക്കട്ടെ, താഴെയും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ബൈ 2x ഇൻറ്റു 2x. അപ്പോൾ ഇതെന്തായി മാറും? എക്സിന് കോഷ്യൻ 4, എക്സിന് കോഷ്യൻ 1, എക്സിന് കോഷ്യൻ 2, എക്സിന് കറക്റ്റ് അപ്പോൾ 1. ഇപ്പോൾ 4x ബൈ 2x ആണ് ബാക്കിയുള്ളത്. ഈ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 4 ബൈ 2 2 ആണ് ഇതിന് ആൻസർ. 2 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ സൈൻ ബി എക്സ് ആണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് എക്സ് എവിടെയൊക്കെ അവിടെ 0 എടുക്കുക. എ ഇൻറ്റു 0 ബി ഇൻറ്റു 0 എ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 0. ഇപ്പോൾ സൈൻ 0 ബൈ 0 0 ബൈ 0 ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. പ്രത്യേകിച്ച് ചെയ്യേണ്ട, ക്ലിയർ ആണ്. ഇനി അടുത്ത് എന്ത് ചെയ്യാം? നമ്മളത് മാറ്റണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എങ്ങനെ ചെയ്യാം? സൈൻ എ എക്സ് ഇവിടെ എ എക്സ് ആയതുകൊണ്ട് എ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ താഴെ ലിമിറ്റ് എടുത്തേക്കാം, സ്റ്റെപ്പ് കുറക്കാം. അപ്പോൾ സൈൻ ബി എക്സ് ആണ്, ബി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്തു. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റ് 1 ആണ്, 1 ഇൻറ്റു എ എക്സ്. അതേപോലെ ഇതിൻ്റെ ലിമിറ്റ് 1 ഇൻറ്റു ബി എക്സ്. എക്സും എക്സും ക്യാൻസൽ ചെയ്ത് ബൈ എ ബൈ ബി. ആ ഒരു മെത്തേഡ് നമുക്കത് അവിടെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നതാണ് വിചാരിക്കുന്നത്. അതിൻ്റെ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ ഡി എക്സ് ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? എക്സിന് 0 കൊടുക്കുക, എ ഇൻറ്റു 0 ബി ഇൻറ്റു 0 0 0 ബൈ 0 നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഡിഫൈൻഡോട് മാറ്റണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഇവിടെ എ എക്സ് ആയതുകൊണ്ട് എ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ബി എക്സ് ഇവിടെ പുറമേ ഉണ്ട്, ബി എക്സ് അവിടെ ഉണ്ട്, അത് അതേപോലെ താഴെ എഴുതി വെക്കാം. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലേ? എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇത് ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം എ ബൈ എക്സ് ഇത് 1 ആയി മാറും. 1 അതാണ് ഫോർമുല. 1 ഇൻറ്റു എ ബൈ ബി ദാറ്റ് ഈക്വൽ ടു എ ബൈ ബി എന്ന് കിട്ടും. പിന്നെ ഒരു ചെറിയ 2 പ്രോബ്ലം കൂടിയായിരുന്നു. അത് സിമ്പിളാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ബൈ പൈ മൈനസ് എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് നമ്മൾ സാധാരണ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് എവിടെയൊക്കെ 0 കൊടുക്കുക. അപ്പോൾ കോസ് 0 ഡിവൈഡ് ബൈ പൈ മൈനസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ പൈ ആണ്. ഇവിടെ നമ്മളൊന്നും ചെയ്യണം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു സീക്ക് എക്സ് ആണ്. ഇവിടെ എന്ത് ചെയ്യുക? എക്സ് എവിടേക്കാണ് അവിടേക്ക് 0 കൊടുക്കുക. 0 ഇൻറ്റു സീക്ക് 0 സീക്ക് 0 ഇൻറ്റു എ നമ്പർ 0 ആണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ 1 ബൈ സീക്കിൻ്റെ വാല്യൂ അറിയാം, 1 ബൈ കോസ് 0. ഇപ്പോൾ 1 ബൈ 1 ആയി മാറും. 1 ബൈ 1 ദാറ്റ് ഈക്വൽ ടു അതും 0 തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന്